ഹായ്. ഇന്നത്തെ വീഡിയോയിലേ നമ്മൾ ഞങ്ങളുടെ ലൈഫ് മാറ്റർ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ പാർട്ട് 1 അതുപോലെ തന്നെ പാർട്ട് 2 ആയിട്ടൊക്കെ ഇട്ടു. ഒപ്പം തന്നെ നമ്മുടെ വീട്ടിൽ ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീടിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ശരിയാക്കാനും അതിൻ്റെ ഓരോരോ പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാർട്ട് 1 ഇട്ടപ്പോൾ ഒരുപാട് മിനിറ്റ് നമ്മൾ വീഡിയോ ഇട്ടു എന്നുള്ളത് പിന്നീടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോഴും മനസ്സിലായി. കാരണം ഞങ്ങളിങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സമയമൊന്നും അറിയില്ല, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരു വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാൻ, ഒരു വീഡിയോയിലൂടെ ഞങ്ങളുടെ കഥ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. അങ്ങനെ അവസാനിപ്പിക്കുന്ന ഒരു വീഡിയോ ആണെങ്കിൽ ഒരു 4-5 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വേണം. അതുകൊണ്ട് തന്നെയാണ് ഒരു 20 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ഓരോ വീഡിയോ പറഞ്ഞിട്ട് അവസാനിപ്പിക്കണം. ആദ്യത്തെ വീഡിയോ നമുക്കറിയാം 25 മിനിറ്റിന് മുകളിലേക്ക് പോയിട്ട്, രണ്ടാമത്തെ വീഡിയോ ഞങ്ങളുടെ പാർട്ട് 2 എന്ന് പറയുന്ന ഭാഗവും ഇതുപോലെ തന്നെ ഒരു ഏകദേശം 20 മിനിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യം വലിച്ച് നീട്ടി പറയുക എന്നുള്ളത് പലരും അഭിപ്രായത്തിൽ പറഞ്ഞു, പലരും പറഞ്ഞു പോരായ്മയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു കയ്യിലെ വിരൽ പോലെ തന്നെയാണ്, എല്ലാവർക്കും എല്ലാ അഭിപ്രായങ്ങളും വ്യത്യാസമായിരിക്കും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിലുണ്ടായിട്ടുള്ള ഞാനും ദൃശ്യം തമ്മിൽ കണ്ടുമുട്ടിയിട്ടുള്ള ആ ഒരു വിവാഹ കാര്യങ്ങളാണ്. അതായത് വിവാഹത്തിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിലെ കൃത്യമായ കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ മൈന്യൂട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് കണ്ടോ. നിങ്ങൾക്ക് ആദ്യം അവസാനം അറിയാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ കണ്ടോ. ഇല്ല, നമ്മളൊരു ഞങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ പറയുന്നത് കേൾക്കാനാണ് താല്പര്യം വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയും കാണും. എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ മാറ്ററിലേക്ക് വരാം. ഇന്ന് പാർട്ട് 3 ആണ് ഇടാൻ പോകുന്നത്. അതിന് മുന്നേ ദൃശ്യ നമ്മുടെ അടുത്ത് പതിവ് പോലെ തന്നെ ദൃശ്യ നിങ്ങളോടൊന്ന് സംസാരിക്കുന്നതായിരിക്കും. കാരണം പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ പാർട്ട് 2 കണ്ടിട്ട് എല്ലാവരും ഇങ്ങനത്തെ ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞു. ചിലവർ പറഞ്ഞു ചേട്ടാ നീട്ടാണ്ട വേഗം പറഞ്ഞിട്ട് അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. ചിലവർ പറഞ്ഞു അത് പോരായ്മയായി, കുറച്ചും കൂടി ഞാൻ പ്രതീക്ഷിച്ചു. അങ്ങനെ വേണ്ടിട്ട് കുറേ പേര് കമൻ്റൊക്കെ ഇട്ടുണ്ടായിരുന്നു. ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായങ്ങൾ, അത് സാരില്ല. ഞങ്ങൾ പാർട്ട് 3 തുടങ്ങുകയാണ്. പാർട്ട് 3 തുടങ്ങുന്നതിന് മുന്നേ ഉണ്ണിനെ കുറിച്ച് പറഞ്ഞുതരാം. ഉണ്ണി അവിടെ ഉറങ്ങുകയാണ്, കട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ ബാക്കിലത്തെ വാലൊക്കെ അടച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് സൗണ്ട് കേട്ടറിയാം. പിന്നെ തണുവായതുകൊണ്ടാണ്, മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് ഇവിടെ കൊണ്ടുവന്ന് കിടത്താത്തത്. ഇനി എനിക്കാണെങ്കിൽ ദൃശ്യം പോയിട്ട് എടുത്തിട്ട് വരും. അപ്പോൾ പാർട്ട് 3 ഇന്ന് ദിയയ്ക്ക് സ്കൂളില്ല കേട്ടോ, അതുകൊണ്ടാണ് നമ്മുടെ വണ്ടിയിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പാർട്ട് 3ലേക്ക് കിടക്കുകയാണ്. പറഞ്ഞാൽ അവസാനിപ്പിച്ചതെന്ന് വെച്ചാൽ പാർട്ട് 2 അവസാന ഭാഗം കാണാത്തവർ ആ വീഡിയോ എടുത്ത് കാണാം. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കോയമ്പത്തൂർക്ക് ദൃശ്യനും ദൃശ്യയുടെ അമ്മേനെയും അപ്പൂനെയും കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയി വന്നതിൽ കണക്കില്ലാത്ത ഒരു പോക്കും വരവാണ്. അത്രമാത്രം ഒരു മാസത്തിൽ ഒരു തവണ പോയിട്ടുണ്ടായിരുന്ന ആൾ ഒരു മാസത്തിൽ 2 തവണയായി, പിന്നീട് മാസത്തിൽ 3 തവണയായി, പിന്നീട് മാസത്തിൽ 4 തവണ വരെ, ഒരു മാസത്തിൽ 4 ആഴ്ച വരെ അടുപ്പിച്ച് എല്ലാ ശനിയാഴ്ചയും പോവാനുള്ള ആ ഒരു ഇതിലേക്ക് വരെ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വീട്ടിൽ ഒരു പെൺകുട്ടിയാണ്, പിന്നെ അപ്പുണ്ട്, അമ്മയുണ്ട്. ഇവർ 3 പേരും ഉള്ളപ്പോൾ തന്നെയാണ് ഞാൻ ആ ഒരു പോക്കും വരവും അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ രഹസ്യമായിട്ട് അമ്മൂനെ മാത്രം കാണാനായിട്ടുള്ളൊരു പോക്ക് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ പോയിട്ടില്ല. ഇവളിട്ട് അങ്ങനെ സമ്മതിക്കാത്ത ഒരാളും കൂടിയാണ്. അപ്പോൾ അങ്ങനെ സമ്മതിക്കാത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിലേക്ക് കടന്നിട്ടില്ല. അപ്പൂനെയും അമ്മൂനെയും കാണാനുള്ള ആഗ്രഹത്തിലാണ് ഞാൻ അവിടേക്ക് പോകണ്ടായിരുന്നത്. ഒപ്പം തന്നെ എന്നിലാവുന്ന സഹായങ്ങൾ ദൃശ്യ ശരിക്ക് നിങ്ങൾ വാടകയ്ക്കായിരുന്നു. നിങ്ങൾക്ക് എത്ര രൂപ വാടക ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്? 2500 രൂപ വാടകയ്ക്കാണ് ഇവർ താമസിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ ശരിക്കും നിങ്ങൾക്ക് വാടക തന്നിട്ടുണ്ടോ? എന്തെങ്കിലും കൊടുക്കാനുള്ള വാടക തന്നിട്ടുണ്ടോ? ഇല്ലേ, തന്നിട്ടുണ്ട്. അപ്പോൾ ദൃശ്യമാണ് ഇപ്പോൾ ഇത് പറയണത്. അതായത് ഇവർക്ക് വാടക കൊടുക്കാൻ വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം അത് കണക്കൊന്നുമില്ല. നമ്മുടെ ഒരു കുടുംബം പോലെ നമ്മൾ സഹായിക്കുമ്പോൾ നമുക്ക് ഇത്ര കണക്കൊന്നുമില്ല, നമ്മൾ എത്ര കൊടുത്തു എത്ര കൊടുത്തിട്ടില്ല എന്നുള്ളത്. ഇനി ഇതിലപ്പുറത്തേക്ക് വേറൊരു കാര്യം കൃത്യമായിട്ട് പറയാം. ദൃശ്യയുടെ അമ്മയ്ക്ക് ഞാൻ കാശ് കൊടുത്തിട്ടുണ്ടല്ലേ? കാശ് കൊടുത്തിട്ടുണ്ട്. അല്ല, അപ്പം ഞാൻ അറിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, അറിയാണ്ടും കൊടുത്തിട്ടുണ്ട്. ശരി, ഇതിപ്പോൾ എന്താണെന്ന് പറയുക, എടുത്ത് പറയണത് ഇന്നൊരാൾക്ക് കാശ് കൊടുത്തു എന്നുള്ളത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. നമ്മൾ പറഞ്ഞു പോകുമ്പോൾ കൃത്യമായി എല്ലാ കാര്യങ്ങളും പറയണം, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അന്ന് എനിക്ക് അത്യാവശ്യം സാലറി ഉണ്ട്. ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് അത്യാവശ്യം സാലറി ഉണ്ട്. ഞാൻ ഒറ്റത്തടിയാണ്. അതായത് അച്ഛൻ ചെറിയമ്മ, അതായത് അച്ഛൻ രണ്ടാമത്തെ കല്യാണം കഴിച്ചിട്ടുള്ള ആ ഒരു അമ്മയും പിന്നെ എൻ്റെ അനിയനും അനിയൻ്റെ ഭാര്യയൊക്കെ കൂടി ഒരുമിച്ച് താമസിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് അവർക്ക് പൈസ കൊടുക്കേണ്ട യാതൊരു കാരണവുമില്ല. കാരണം അവരുടേതായ ഒരു ലൈഫിൽ അവിടെ ജീവിച്ചു പോകുമ്പോൾ ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. ഞാൻ ഒറ്റത്തടി പോലും ഞാൻ താമസിക്കേണ്ടായിരുന്നത്. എൻ്റെ അമ്മ മരണപ്പെട്ടപ്പോൾ തന്നെ ഞാൻ ഒറ്റയ്ക്കായ പോലത്തെ ആ ഒരു ഫീൽ തന്നെയാണ് എൻ്റെ മനസ്സ് വരെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ എറണാകുളത്ത് ഞാൻ എൻ്റെ ഒരു കുടുംബമായിട്ട് പിന്നീട് എനിക്ക് കാര്യം അച്ഛനെ കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ അച്ഛനോട് വർത്തമാനം പറയേണ്ട അച്ഛൻ്റെ അടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് എൻ്റെ ഒരു സ്വന്തം കുടുംബം പോലെ എൻ്റെ അമ്മ പോയതിന് ശേഷം എന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ എനിക്ക് ഈ പറയുന്ന അമ്മു അല്ലെങ്കിൽ അപ്പു അല്ലെങ്കിൽ അമ്മുവിൻ്റെ അമ്മ ഇവർ തന്നെയായിരുന്നു നമുക്ക് അത്രമാത്രം സ്നേഹം തന്നിട്ടുണ്ടായിരുന്നത്. ഒരു കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മനസ്സറിഞ്ഞിട്ടുള്ളൊരു സ്നേഹം ദൃശ്യയുടെ അമ്മ വരെ എനിക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലൂടെയും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ നാട്ടിൽ ദൃശ്യയുടെ അച്ഛൻ്റെ നാട്ടിൽ ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അവിടെ പലവരും പല കാര്യങ്ങളും പറയാൻ തുടങ്ങി. അതായത് അവരുടെ കുടുംബത്തിൽ പലരും പല കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി എന്നുള്ളത് എനിക്ക് പതുക്കെ മനസ്സിലായത്. ഒരു ദിവസം ഞാൻ എറണാകുളത്ത് നിന്ന് എളനാട് ചെന്നിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ ഇരിക്കുമ്പോൾ ഇവളുടെ വല്യച്ഛൻ്റെ മകനും അതുപോലെ തന്നെ ഇവളുടെ ഒരു വകയിലൊരു പാപ്പൻ, ആ പാപ്പനെ നിനക്ക് അറിയോ? മണിപ്പാപ്പൻ അറിയോ? കണ്ടിട്ട്. അതായത് ഇവൾക്ക് വരെ ഇവളുടെ അച്ഛൻ്റെ ആൾക്കാരെ ശരിക്കും അറിയില്ല. കൃത്യമായി പറയുകയാണെങ്കിൽ ആരോടും ഞാനിപ്പോൾ നമ്മൾ വീഡിയോ എന്ന് പറയണത് നിനക്ക് ഈ വീഡിയോ ചിലപ്പോൾ അവർ വരെ കണ്ടാവും. നീ ആരെയൊക്കെ അറിയുന്നുള്ളതും ആരെയൊക്കെ അറിയാത്തെന്നുള്ളതും നിനക്ക് കൃത്യമായിട്ട് പറയാം. ഇപ്പോൾ അന്ന് ഈ പറയുന്ന അതായത് അന്ന് ഈ പറഞ്ഞ പാപ്പൻ വകയിലെ പാപ്പൻ ആരാണെന്നുള്ളത് പോലും ദൃശ്യക്കറിയില്ല. പക്ഷെ അവര് അല്ല അവര് കുടുംബാണ്. അവര് കുടുംബമായതുകൊണ്ടാണ് ആ ഉത്തരവാദിത്വത്തിൽ അദ്ദേഹം വന്ന് സംസാരിച്ചത്. അതിൽ വന്ന് സംസാരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ കോയമ്പത്തൂർ പോകാറുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ കള്ളം നേരം പറയണത്? എത്ര വട്ടം പോയിട്ട് പറഞ്ഞു? ഒരു പക്ഷെ ഞാൻ ഒരുപാട് വട്ടം അവിടെ പോയിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലായി. ഇവരത് ചോദിക്കാൻ വന്നപ്പോൾ തന്നെ മനസ്സിലായി. ഒരുപാട് വട്ടം ഞാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവർക്ക് പ്രശ്നമായിരിക്കും. ദൃശ്യക്ക് പ്രത്യേകിച്ച് പ്രശ്നമായിരിക്കും, ദൃശ്യയുടെ അമ്മയ്ക്ക് പ്രത്യേക പ്രശ്നമായിരിക്കും. കാരണം സ്വന്തം നാട്ടിലത്തെ വീട് വിറ്റുകൊണ്ട് അവർ ഭാഗം കൊടുത്ത വീട് തറവാട് വിറ്റുകൊണ്ടാണ് ഇവർ കോയമ്പത്തൂർ പോയിരിക്കുന്നത്. ഇവരുടെ അമ്മയും ഇവളും അപ്പും ഒക്കെ കൂടിയിട്ട്. പിന്നെ ഇവരുടെ നാട്ടിൽ അച്ഛൻ്റെ ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞിട്ട് അച്ഛൻ്റെ ആൾക്കാർ അന്വേഷിച്ചിട്ടില്ല, കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതൊക്കെ ഇവർ പറയുന്ന കാര്യം എനിക്കറിയുള്ളൂ. എനിക്ക് എൻ്റെ വിചാരം ഇവരൊക്കെ കോണ്ടാക്റ്റ് ഉണ്ട്, ഇവരൊക്കെ കണക്ഷൻ ഉണ്ടെന്നാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. എന്നിൽ നിന്നും സാമ്പത്തികം മേടിക്കുമ്പോഴും എന്നിൽ നിന്നും സഹായങ്ങൾ മേടിക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മറ്റൊരാൾക്കാരിൽ നിന്നും സപ്പോർട്ടില്ല എന്നുള്ളതാണ്. പല ആളുകളിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്ന് കാശ് മേടിച്ചിട്ട് വൈകുന്നേരം വരെ ദൃശ്യയുടെ അമ്മ ഇല്ലാത്തപ്പോൾ വരെ ദൃശ്യേനെ വന്നിട്ട് ആളുകൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ചീത്ത പറഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല മോശമായ അനുഭവം വരെ ഉണ്ടായിട്ടില്ലേ നിനക്ക്? പലവരും നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ബുള്ളറ്റിൽ വന്നിട്ട് നിൻ്റെ അമ്മ എന്താ അമ്മ എവിടെ ചോദിച്ചപ്പോൾ ഇല്ല പറഞ്ഞപ്പോൾ അമ്മ ഇല്ലെങ്കിലും വേണ്ടില്ല നീ വണ്ടിയിൽ കയറുന്ന അങ്ങനെ എന്താ ഇല്ലേ? അതൊന്ന് പറഞ്ഞു കൊടുക്കൂ. അല്ല കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞത്. ആ കുട്ടിക്ക് അവൾക്കത് പറയാനത് ഇനി പറ്റില്ല എന്നുള്ള. അപ്പോൾ ഒരു പെൺകുട്ടി, ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ്. സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോൾ കടം വന്നിട്ട് അത് അടയ്ക്കാൻ പറ്റാത്ത മാർഗം വരുമ്പോൾ ഫാമിലിയിൽ ആരും ഇല്ലാത്ത സമയത്ത് വന്നിട്ട് ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുടെ അടുത്ത് മോശമായ രീതിയിൽ ആ കാശ് കൊടുത്ത ആൾ തിരിച്ച് മുതലാക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമൊക്കെ എൻ്റെ ചെവിയിൽ ഇതൊക്കെ ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഞാൻ ആ കടം എത്രയാണെങ്കിലും തീർക്കാമെന്നുള്ളത് ഞാൻ അങ്ങനെ വരെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോയമ്പത്തൂർ ഈ പോയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ അളനാട് വെച്ചിട്ട് അന്ന് ഇവളുടെ ഫാമിലിയിൽ ഈ പറയുന്ന പാപ്പനും ഇവളുടെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോനും കൂടി വന്നിട്ട് എന്നോട് പറഞ്ഞത്, നീ എത്ര വട്ടം കോയമ്പത്തൂർ പോയിട്ടുണ്ട്, നീ എന്തിനാണ് അവിടെ പോകുന്നത്? അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങളിവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ഇത്രയും കുടുംബമുള്ള കാരണം നീ എന്തിനാണ് അവിടെ പോകേണ്ട ആവശ്യം പറഞ്ഞിട്ട് അവരെന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ പോയത് എൻ്റെ ഇഷ്ടമാണ്, ഞാൻ സഹായിക്കുന്നത് എൻ്റെ ഇഷ്ടമാണ്, ഞാൻ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കാശാണ്, അതിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ യോഗ്യതയില്ല. ഒരു പക്ഷെ നിങ്ങൾ അത്രയും ഡീപ്പാണെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന ഡീപ്പാണെങ്കിൽ അവർ എൻ്റെ വരവിനെ ചുരുക്കിയേനെ, അല്ലെങ്കിൽ എന്നിൽ നിന്നും സഹായങ്ങൾ മേടിക്കില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇവർ മിണ്ടണില്ല. പിന്നെ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നേരെ ഇപ്പോൾ ചെയ്തുതരാം, ഒരു കാര്യം ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ട് അവരുടെ കുറച്ച് റിലേഷൻ കോയമ്പത്തൂരുണ്ട്. ഈ റിലേഷനിലെ ആൾക്കാരെ ഇവരുടെ വീട്ടിലേക്ക് വിട്ടിട്ട് അവിടുന്ന് ഫോണിൽ ഇവളുടെ അമ്മയായിട്ട് ഫോൺ കൊടുത്തിട്ട് സംസാരിച്ചു. രാകേഷ് നാട്ടിലുണ്ട്, രാകേഷായിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. എൻ്റെ കൂടെ ഇവരും ദൃശ്യയുടെ വീട്ടിൽ അവരും. എന്നിട്ട് ഇവർ തമ്മിൽ കോണ്ടാക്റ്റ് ഫോൺ കൊടുത്തിട്ട് സംസാരിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹലോ ദൃശ്യയുടെ അമ്മ എന്നോട്, ഹലോ നീ ഏതടാ നായെന്ന് ചോദിച്ചത് എൻ്റെ അടുത്ത്. ദൃശ്യയുടെ അമ്മ എടുത്ത വഴിക്ക് ചോദിച്ചത്, നീ ഏതടാ നായ, നീ ആരാ, നീ ഇളനാടുള്ളത് ആരാ, നിൻ്റെ പേരെന്താ, നീ എന്താ ഇവിടെ വന്നു എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ ഇവർ.
നീ എപ്പോഴാണ് വന്നത്? ഞാൻ അറിയാണ്ട് നീ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ? നീ ഞങ്ങൾക്ക് കാശ് തന്നുണ്ടോ? നിന്നെ കയ്യിൽ കിട്ടുക ഞാൻ എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ ദൃശ്യവും അപ്പും ഈ ദൃശ്യയുടെ അമ്മ എന്നോട് ഫോണിൽ സംസാരിക്കുമ്പോൾ അവരവിടെ ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ ഞാനിവിടെ ഫോൺ എടുത്തിട്ട് ഞാനങ്ങോട്ട് ഷോക്കായി പോയി എന്നുള്ളതാണ്. ഒരു കാലത്ത് ദൈവത്തെ പോലെ ആണെന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ, ഇപ്പോഴാണ് ഞാൻ അങ്ങനെ പറയുന്നത്, ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ നേരം വരെ ഞാൻ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീ പറഞ്ഞ ഒരൊറ്റ വാക്ക്, നീ ഏതാടാ നായെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം എൻ്റെ മോളത് കേട്ടു. പക്ഷെ എൻ്റെ മോൾ കേൾക്കണം, കാരണം എൻ്റെ മോളുടെ അമ്മയുടെ അമ്മയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായി എന്നുള്ളത്. ഈശ്വര, ഈ സ്ത്രീ എൻ്റെ അമ്മയുടെ കൂട്ടുകാരി തന്നെയാണോ? എന്നെയാണോ ഇത്രയും നാൾ എനിക്കാണോ ഇവർ ചോറ് വിളമ്പി തന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ ഞാൻ അങ്ങോട്ട്, എനിക്ക് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സങ്കടമാണെന്നുള്ളതാണ് അത്. ഒരു പക്ഷേ എനിക്ക് ആ സമയത്ത് ഇവർ പറയാണ്, അതെ എനിക്കറിയില്ല, ഈ പറയുന്ന വ്യക്തിനെ അറിയില്ല, ഈ രാകേഷ് എന്ന് പറഞ്ഞ വ്യക്തി ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടില്ല, ഞങ്ങൾക്ക് അറിയില്ല, അല്ലെങ്കിൽ ഒരു വട്ടം അവരിപ്പം വന്നിട്ടുണ്ട് ഇവിടെ. കാരണം ഞങ്ങൾ നമ്മുടെ നാട്ടുകാരാണ്. ഞങ്ങളുടെ ഭർത്താവ് മരിച്ചപ്പോൾ അല്ലെങ്കിൽ എൻ്റെ കുട്ടികളുടെ അച്ഛൻ മരിച്ചപ്പോൾ അവ ഒരു വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. കാരണം എൻ്റെ കൂട്ടുകാരിയുടെ മകനാണ്, ഞങ്ങൾ ചെറുപ്പം തൊട്ട് അറിയുന്നവരാണ്. ഒരു വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. അവനെന്തോ കുറച്ച് പലഹാരമൊക്കെ തന്നിട്ട് പോയതാണെന്നുള്ള ഒരു വട്ടമെങ്കിലും അങ്ങനെ ഒരു വാക്ക് ആ സ്ത്രീ പറയുകയാണെങ്കിൽ അവർക്കിടയിൽ എനിക്കൊരു ഷെയിം ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ്. എന്നെ അവർ ഉപദ്രവിച്ചിട്ടോ അല്ലെങ്കിൽ ഉപദ്രവിക്കുമോ എന്നുള്ള വകുപ്പുകളൊന്നുമല്ല, പേടിച്ചിട്ടല്ല. പക്ഷേ ഈ സ്ത്രീ പറഞ്ഞ, അതായത് ദൃശ്യയുടെ അമ്മ പറഞ്ഞ വാക്കിൽ അവിടെ ഫോൺ കട്ട് ചെയ്യുക, ഇനി നീ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളെ കാണാൻ ശ്രമിക്കുക എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കട്ട് ചെയ്തു ഫോൺ. അതായത് ഇവർ ഫോൺ കട്ട് ചെയ്തു, ഇവരാണ് സംസാരിപ്പിക്കണതല്ലോ. കട്ട് ചെയ്തതും എൻ്റെ അടുത്ത് ചോദിക്കാൻ വന്ന ദൃശ്യയുടെ അച്ഛൻ്റെ ചേട്ടൻ്റെ മകനും ഈ പറയുന്ന പാപ്പനും ഫോൺ കട്ടായി വഴിക്ക് എന്നോടെന്താ പറഞ്ഞെന്നറിയോ? രാകേഷേ, കാര്യം ഞാൻ നിന്നോട് ചോദിക്കാൻ വന്നതാണ്. നീ കോയമ്പത്തൂർ പോണ വിവരം ഞാൻ അറിഞ്ഞിട്ടും നീ എന്നോട് വന്ന് പറഞ്ഞിട്ടും ഞാൻ നിന്നോട് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് ഇത്രയും വഷളാവുള്ള കാരണം പലവട്ടം നീ ഇപ്പോൾ കോയമ്പത്തൂർക്ക് പോയി എന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞപ്പോൾ, ഞങ്ങൾ കുടുംബമാണല്ലോ, അപ്പോൾ ഒന്ന് ചോദിച്ചെന്ന് മാത്രം. പക്ഷേ ദൃശ്യയുടെ അമ്മ ഇപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ അറിയില്ല, നീ വന്നിട്ടില്ല, കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇത് നീ മനസ്സിലാക്കിക്കോ. ഇന്നലെ വരെ നീ പോയിരുന്ന നിന്നെ ഒറ്റ അടിക്ക് തള്ളി പറഞ്ഞ നീ മനസ്സിലാക്കിക്കോ ആ സ്ത്രീ എത്ര മാത്രം വിഷമാണെന്നുള്ളത് നീ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ പോയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഈ ഫോണിൽ പെട്ടെന്ന് തന്നെ എനിക്ക് പ്രഷർ കൂടിയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു പക്ഷെ അത് ആ കുടുംബത്തിനത്, അതായത് ഇവളുടെ കുടുംബത്തിനത് ബാധിക്കില്ലെന്ന് ഞാൻ ഈ പാപ്പനോടും ഈ ചേട്ടനോടും പറഞ്ഞപ്പോൾ, അല്ല ഇവർ പറഞ്ഞത് നീ പോയ കാര്യം ഞങ്ങൾക്കറിയാം, അവിടെ ചെന്ന കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം, പക്ഷേ ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ, ഇനിയെങ്കിലും മോൻ കാശ് പോകാണ്ട് നോക്കിക്കോ എന്ന് പറഞ്ഞു. ഇവർ അങ്ങനെ പറഞ്ഞ് കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു ശരിയാണ്, നമുക്ക് പിന്നെ നഷ്ടപ്പെടാൻ എന്താണെന്നറിയാം, ഇവരുടെയൊക്കെ കുറച്ച് സ്നേഹം ഉണ്ടായിരുന്നു, ഇവരുടെ അമ്മയൊക്കെ തന്ന സ്നേഹം. ഇങ്ങനെ കളങ്കപ്പെട്ടിട്ടുള്ളൊരു സ്നേഹമാണെങ്കിൽ എന്തിനാ നമുക്കെന്ന് വെച്ചിട്ട് ഞാൻ ശരി നമ്മൾ ഫീലായി. അപ്പോൾ എൻ്റെ അച്ഛൻ വീടിൻ്റെ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ഞങ്ങൾ വീടിൻ്റെ അവിടെ നിന്ന് 2 വീട് അപ്പുറം മാറിയിട്ടാണ് ഒരു പറമ്പിൽ നിന്നിട്ടാണ് സംസാരിക്കാൻ. അപ്പോൾ എൻ്റെ അച്ഛൻ എന്താടാ അവിടെ പറഞ്ഞു. ഞാൻ പറഞ്ഞൊന്നുമില്ല അച്ഛൻ, ഞാൻ ഇപ്പോൾ വരാം, ഞങ്ങൾ ഇവിടെ ഒരു കാര്യങ്ങൾ സംസാരിക്കാം. കാരണം ഞങ്ങളൊക്കെ അയൽവക്കാണ്, ഞങ്ങൾ കൂടപ്പറപ്പുകളെ പോലെ കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പോരാ പറഞ്ഞു. കാര്യം ഈ മാറ്ററാണ് സംസാരിക്കണതെങ്കിലും കൂടിയിട്ട് അങ്ങനെ ആ ഫോൺ കട്ടി. ശരി അവരങ്ങനെ അങ്ങോട്ട് പോയി. ഇനി നീ പോകാനും നിൽക്കണ്ട, അത് അവിടെ ഒഴിവാക്ക്, ഇനി ആ കേസൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ പാപ്പൻ എന്നോട് വർത്താനം പറഞ്ഞു. പുള്ളി അങ്ങനെ ഗൾഫിലേക്കൊക്കെ പോയിട്ടാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ. അത് ആ കാര്യം അവിടെ ചാപ്റ്റർ ക്ലോസ് ആയി. പക്ഷേ ഞാനന്നിങ്ങനെ പറഞ്ഞ് ഞാൻ നാട്ടിലേക്ക്, അതായത് തിരിച്ച് അച്ഛൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതാ വിളിച്ച് ചോദിച്ചതാണ്. അപ്പോൾ ആ കൃഷിയുടെ അമ്മേനെ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു അത് നന്നായി, നിനക്കത് കിട്ടണം, കാരണം നീ അത് അനുഭവിക്കേണ്ട ആളാണ്. ഇനി ഈ സഹായം ചെയ്യുമ്പോഴൊക്കെ ആലോചിക്കുക, ആരും അങ്ങനെയൊക്കെ പറയാം, അതിൻ്റെ റിസൾട്ട് കിട്ടുക എളുപ്പമല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അച്ഛനെന്ന് പറഞ്ഞു. ഞാനതൊക്കെ അങ്ങനെ കേട്ടു തന്നെ ഉള്ളൂ. അങ്ങനെ ഞാൻ അവിടുന്ന് തിരിച്ച് എറണാകുളത്തേക്ക് പോയി. 2ാമത്തെ ദിവസം ഈ ഒരു സംഭവം ഉണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം ഒരു കോൾ എനിക്ക് വന്നു, പുതിയൊരു നമ്പറിൽ നിന്ന് വന്നിട്ട് കോൾ വന്നിട്ട് ആ വിളിച്ച ആളാണ് ഇപ്പോൾ ഇയാൾ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ അമ്മുവാണ്, ചേട്ടനെ അവർ ഉപദ്രവിക്കുക എന്തെങ്കിലും ചെയ്തോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തിനും ഉപദ്രവിക്കേണ്ട ആവശ്യം, ഞാൻ അറിയുന്ന ആൾക്കാരാണ്,
എന്നോട് ചോദിച്ചു എന്ന് മാത്രം. ഞാൻ അവിടെ പോയിരുന്നത് അവർ മുടക്കാനാണ്, അല്ലാണ്ട് എന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല. ഞാൻ അവിടെ പോക്കും വരവും കൂടുതലായപ്പോൾ അത് അവരറിഞ്ഞു, അവരത് നിർത്തിയെന്ന് മാത്രം. അപ്പോൾ തൃശ്യ എടുത്ത വഴിക്ക് എന്നോട് പറഞ്ഞത്, ചേട്ടാ അമ്മ ചതിക്കുമെന്ന് ഞാൻ മുന്നേ ചേട്ടനോട് പറഞ്ഞിട്ടില്ലേ. ചേട്ടൻ ഒരു മോശമായ നോട്ടം പോലും ഞങ്ങളെ നോക്കിയിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷെ ചേട്ടന് ഇവിടെ ആൾക്കാർ, അതായത് ഇവളുടെ ആൾക്കാർ, ദൃശ്യയുടെ ആൾക്കാർ സങ്കല്പിച്ച് വെച്ചതും ചേട്ടൻ അവിടെ വന്നതും നേരെ തിരിച്ചായി പോയി എന്നുള്ളതാണ്. അതായത് അവർ ഉദ്ദേശിച്ചത്, ഞാൻ അതിപ്പോൾ എങ്ങനെ പറയാം, ഞാൻ അത് മോളെൻ്റെ അടുത്തിരിക്കുന്നുണ്ട്, പക്ഷേ അത് പറയണം. പറഞ്ഞത് വേറൊന്നല്ല, ഞാൻ പറയും. കാരണം ഇനി എനിക്ക് പറയാൻ എവിടെ ഇല്ലല്ലോ. ഒരു പക്ഷെ ഞാൻ മരിച്ചു പോയാലും അറിയണ്ട കാര്യങ്ങൾ. അത് ഞാൻ പറഞ്ഞതെന്നറിയാം. ഞാൻ പറഞ്ഞത് അല്ല, അച്ഛൻ പറഞ്ഞത് ഇവരുടെ ആൾക്കാർ വിചാരിച്ചത്, അതായത് കൂടുതൽ കോയമ്പത്തൂർക്ക് പോക്കും വരവും വന്നപ്പോൾ ഇവരുടെ ആൾക്കാർ വിചാരിച്ചൊരു ഭർത്താവില്ലാത്ത സ്ത്രീയല്ലേ ഇവരുടെ അമ്മ. അപ്പോൾ ആ അമ്മയോട് എനിക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് ഇവർ തെറ്റിദ്ധരിച്ചതെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് അത് അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ദൃശ്യ അത് പറഞ്ഞു. ദൃശ്യ അത് പറഞ്ഞപ്പോൾ എനിക്കത് ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യം, ഞാൻ അമ്മയെപ്പോലെ സ്നേഹിച്ച ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ് ഇവരങ്ങനെ കണക്കാക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. സാരില്ല. പിന്നൊരു ആശ്വാസം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടീനെ അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. അതായത് അമ്മൂനെ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അമ്മും രാകേഷ് ചേട്ടനും തമ്മിലാണ് ഒരു ബന്ധം. ആ ബന്ധത്തിന് വേണ്ടിയിട്ടാണ് രാകേഷ് ചേട്ടൻ കോയമ്പത്തൂർ പോയി എന്ന് ആരും പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരു ആശ്വാസം വന്നു. പിന്നെ ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ കോയമ്പത്തൂർക്ക് പോവില്ല. ഞാൻ മടുത്തു. എനിക്ക് ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങനെ ഇല്ലാണ്ടായി. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഇനി കോയമ്പത്തൂർക്ക് വരുന്നില്ല, ഇനി അങ്ങനത്തെ ഒരു ബന്ധമില്ല ദൃശ്യ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ദൃശ്യ പറഞ്ഞത്, ഒരു വട്ടം ചേട്ടൻ ഞങ്ങളുടെ അവിടേക്ക് ഒന്ന് വരണം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു വട്ടം എന്തിനാണ് വരുന്നത് വെച്ചു. ചേട്ടൻ ഒരു വട്ടം വരണം, അത് ഇനി ആരൊക്കെ ഉണ്ടായാലും ഇല്ലെങ്കിലും ചേട്ടൻ വന്നേ പറ്റൂ. ഒരു വട്ടം ചേട്ടൻ വരണം. അതായത് ഇത്രാമത്തെ ദിവസം ചേട്ടൻ വായോ. അന്ന് അമ്മ ഉണ്ടാവില്ല, ഞാനും അപ്പും മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ദൃശ്യ വിളിച്ചു. അങ്ങനെ ഞാനും ആ ഒരു തീരുമാനം എടുത്തു. ഒരു വട്ടം അവസാനമായിട്ട് ദൃശ്യനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇവിടുന്ന് സാധാരണ രീതിയിൽ ഞാൻ കൈ പിടിച്ചിട്ടൊക്കെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകാറുണ്ട് കോയമ്പത്തൂർക്ക്. ഞാനൊന്നുമില്ലാതെ ഫ്രീ ആയിട്ട്, അതായത് എന്തോ ഒരു കോടതിയുടെ വിധി കേൾക്കാൻ വേണ്ടിയിട്ട് കേസിന് നമ്മൾ കോടതിയിലേക്കൊക്കെ പോണ പോലത്തെ അങ്ങനത്തെ ഒരു മൈൻഡിലാണ് ഞാൻ അന്നത്തെ ദിവസം ഞാൻ എറണാകുളത്ത് നിന്ന് പോകുന്നത്. അപ്പോൾ എവിടെ വെച്ച് കാണും? ദിശയുടെ അമ്മ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത സ്ഥിതിക്ക് ദിശയുടെ വീട്ടിൽ വെച്ച് കാണാൻ പറ്റില്ല. പുറത്ത് പോയി കാണാൻ പറയുമ്പോൾ ആദ്യമായിട്ട് ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം, നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ കാണാൻ നമ്മൾ രഹസ്യമായിട്ട് പോകുന്ന ഒരു കാഴ്ചപ്പാടൊക്കെ വന്നപ്പോൾ ഞാൻ എന്നിട്ട് ദൃശ്യനെ ഞാൻ കാലത്ത് വിളിച്ചു. ദൃശ്യ എന്താ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അതായത് ദൃശ്യ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു നമ്പറിലേക്ക് ഞാൻ വിളിച്ചിട്ടാണ് ദൃശ്യടുത്ത് സംസാരിച്ചത്. അപ്പോൾ ദൃശ്യ പറഞ്ഞു, ഇത് അടുത്ത വീട്ടിലത്തെ ഒരു നമ്പറാണ്, ഓപ്പോസിറ്റ് വീട്ടിലത്തെ നമ്പറാണ്, നമ്മുടെ അക്കയാണ്. അതായത് അക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി, ഞങ്ങളുടെ ഓപ്പോസിറ്റ് കോമ്പൗണ്ടിലെ ചേച്ചിയാണ്. 2 കുഞ്ഞുമക്കളുണ്ട്, ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ആ ചേച്ചിയുടെ ഫോണിൽ നിന്നാണ് ഞാൻ വിളിക്കണത്. എൻ്റെ ഒരു കുടുംബം പോലെയാണ് ആ ചേച്ചി, അത്രയും ഇതാണ്. ദൃശ്യയുടെ അമ്മ ചീത്ത പറഞ്ഞാൽ കൂടി ദൃശ്യ ചോറുണ്ണണ വീട് ആ വീടാണെന്നൊക്കെ പറഞ്ഞു, ആ വീട്ടിലത്തെ നമ്പറാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത്. അപ്പോൾ ചേട്ടൻ എങ്ങോട്ടും പോകണ്ട, പുറത്തേക്ക് എങ്ങോട്ടും പോകണ്ട, ചേട്ടൻ ഈ അക്കടെ വീട്ടിലേക്ക് വന്നാൽ മതി പറഞ്ഞു. അതായത് ഞങ്ങളുടെ ഈ കോമ്പൗണ്ടിൽ അക്കടെ വീട്ടിലേക്ക് വന്നാൽ മതി, നമ്മുടെ വീട്ടിലേക്ക് കയറരുത്. നമ്മുടെ വീട്ടിലാണല്ലോ അമ്മ ഉണ്ടാവുക, പക്ഷേ ഇവളുടെ അമ്മ ടൈലറിങ് ആയതുകൊണ്ട് ഇവളുടെ അമ്മ പുറത്തേക്ക് പോകും. അപ്പോൾ അന്നത്തെ ദിവസം ഇല്ലാത്ത ദിവസം നോക്കിയിട്ടാണ് ദൃശ്യ പറഞ്ഞത്, അപ്പും കൂടിയിട്ട്. അപ്പു പറഞ്ഞു, ചേട്ടൻ ധൈര്യമായിട്ട് പോയോ, ഞാനിവിടെ ഉണ്ട്, ബസ് ഇറങ്ങിയിട്ട് ഞാൻ ചേട്ടനെ കൊണ്ടുവരാം, ചേട്ടൻ അവിടെ നിന്നാൽ മതി പറഞ്ഞു. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരെ കാണാൻ ഒരു കള്ളത്തരത്തിൽ അങ്ങനെ അന്ന് കോയമ്പത്തൂർ ഞാൻ ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടത്തിൽ ഞാൻ പോയി ഇറങ്ങിയത്, എന്തിനാണ് ഇങ്ങനെ എന്നുള്ളത്. അപ്പോൾ ഞാൻ അവസാനത്തെ ഒരു ഇതല്ലേ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് തീരുമാനം എന്തായാലും വേണ്ടില്ല, ഇവർക്ക് എന്താ പറയാനുള്ളത് എന്താണെന്നുള്ളത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയി അങ്ങനെ കോയമ്പത്തൂർ ഇറങ്ങിയപ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു മൂവ്മെൻറ്റിലാണ് നമ്മൾ പോകണ്ടായിരുന്നത്. കഞ്ചിയും കൈകളിൽ ഒന്നുമില്ല, പലകാരമില്ല, ഇവർക്ക് പാപ്പുമില്ല, ഒന്നുമില്ല. അപ്പോൾ അപ്പു വന്നു, അപ്പു എന്നെ കൈ കൂട്ടിയിട്ട്
വാ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്ക് ആ ഗേറ്റ് അതുവരെ തുറന്നിട്ടുണ്ടായിരുന്ന ഒരു ഗേറ്റ് ഭയങ്കര ടൈറ്റ് പോലെ തോന്നി. എന്താ വെച്ചാൽ എനിക്ക് തുറക്കാൻ പറ്റണില്ല, അങ്ങോട്ട് കട്ടക്കാൻ പറ്റണില്ല. ഒരു അപ്പോൾ ഇനി ബാലൻസ് ഞാൻ പിന്നെ പറഞ്ഞുതരാം, കാരണം വീഡിയോ ഭയങ്കര ലെങ്തായി. ഇനി പാർട്ട് 4 ഇടാം കേട്ടോ ബാക്കി. എന്നാൽ ഞാൻ അത്രയും കുറച്ച് ഇമോഷനായി, അതാണ്. പറയും ലാസ്റ്റ് പിന്നെ നമുക്ക് പിന്നെ പറയും. പാർട്ട് 4 അടുത്ത എപ്പിസോഡിൽ പറയാം. നെക്സ്റ്റ് പറയാം കേട്ടോ. ശരി.